മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആളെ കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ആന കർണാടക അതിർത്തിയുടെ ഭാഗമായ കൊടുംകാട്ടിനുള്ളിലേക്ക് കടന്നു. അതേസമയം ആനയെ പിടികൂടാത്തതിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവുമായി മണ്ണുണ്ടി കോളനി നിവാസികൾ രംഗത്തെത്തി. തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയ സംഘത്തെ തടഞ്ഞുവെച്ചു. DFO സ്ഥലത്തെത്തി മറുപടി നൽകണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, വളരെ വലിയൊരു സംഘർഷം ആ ഒരു മേഖലയിൽ ഉടലെടുത്തിരിക്കുകയാണ്, എങ്ങനെ നോക്കിക്കാണാം? ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്ന RRT സംഘം മടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ മണ്ണുണ്ടി കോളനി നിവാസികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ ആവശ്യപ്പെട്ടത് ഈ ദൗത്യം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല, ഇതിന് DFO അടക്കമുള്ള ഉന്നതമായ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചു. അതോടൊപ്പം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർ ഈ RRT സംഘത്തെയും ഒപ്പം ഉണ്ടായിരുന്ന വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയും തടഞ്ഞു വെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ ഇത് ഒരു സ്വാഭാവികമായ അവരുടെ ഒരു രോക്ഷപ്രകടനമാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു വലിയ ഒരു ആന ഒരു ആളെ കൊല്ലി ആന ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ജനവാസ മേഖലകൾ അടുത്ത് നിൽക്കുമ്പോൾ അവർ കാലങ്ങളെ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും. അപ്പോൾ ആ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു അവരുടെ പ്രതിഷേധം. പക്ഷേ അതിൽ കൂടുതൽ അവരുടെ പ്രതികരണങ്ങൾ വന്നു വരുന്നുണ്ട്. ആളുകൾ ആ വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സംരക്ഷണത്തിന് എന്താ ഇവിടെ ഒരു ഉപാധി എന്തുണ്ട്? അത് നിങ്ങൾ പറ. നിങ്ങൾ മീഡിയ ആണല്ലോ, എല്ലാവരും ജീവിക്കാൻ ചെയ്യുന്നു. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? മീഡിയ എന്ന് പറഞ്ഞ് നിങ്ങളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. എന്തെങ്കിലും ഒരു മാർഗം കാണട്ടെ അവര്. നമ്മൾ ഫോറസ്റ്റിൽ താമസിക്കുന്നവരാ, നമുക്ക് എന്തെങ്കിലും സുരക്ഷിത വേണ്ടേ? ഇതിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇവര് പറയും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നും പറഞ്ഞിട്ട് എന്നാ ആന പിടിക്കണ്ടേ, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പിന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഈ സ്ഥലത്ത് നിന്നല്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്? കാട്ടിക്കുളത്ത്, മാനന്തവാടി എല്ലായിടത്തും പോകുന്നത് ഇവിടുന്ന് സ്കൂളിൽ പോകുന്നത്. ഇവിടെ ആന ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും വാച്ചർമാർ വരികയോ ആരെങ്കിലും ഒക്കെ നിർത്തുന്നു? അതെനിക്കറിയാം, അതേപറ്റി ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്താ അമ്മ പറയാനുള്ളത്? ഇവിടെ ആന ഇറങ്ങും, സ്ഥിരമായി ഇറങ്ങും. നടപടിയൊന്നും ഉണ്ടാവുന്നില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഒരു നടപടി ഉണ്ടാവുന്നില്ല. അതുകൊണ്ടല്ല ആരും ഇപ്പൊ കൃഷി എടുക്കലില്ല. അങ്ങനെ വലിയ രൂക്ഷമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഈ രീതിയിൽ കാട്ടാനകളുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന മേഖലയാണ്. ഇവിടെ നേരത്തെയും മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാർ കാഴ്ചവെച്ചു. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ തടയുന്നൊരു സാഹചര്യം വന്നെങ്കിലും പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് പോലീസിന്റെ ഒരു ഇടപെടലാണ്. കാരണം ഇവിടെ സമരം ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്ന ആളുകളെ പെട്ടെന്നെത്തി പോലീസ് സംഘം ഒരു യജമാനന്മാരെ പോലെ ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ഇവിടെ ഉണ്ടായിരുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും. അവരെ പെട്ടെന്ന് ഇവിടുന്ന് തള്ളി മാറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു നടപടി ഉണ്ടായി. ഒപ്പം ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണെന്ന രീതിയിലുള്ള പരാമർശം DYSP ആയിട്ടുള്ള ഇവിടുത്തെ മാനന്തവാടി DYSP വിജിരാജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഒപ്പം ഈ ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയി. ഈ RRT ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ പരിശോധന നടത്തിയിട്ടുള്ളവരാണ്. അവരെ തടഞ്ഞു വെക്കുന്നതിന്റെ സാങ്കേതികമല്ല ഇവിടെ നമ്മൾ ഉന്നയിക്കുന്നത്. കാരണം ഈ വിഷയത്തെ പോലീസ് കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട്. ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് പകരം ആ പ്രതിഷേധക്കാരോട് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നു. അവരെ കൂടുതൽ ക്രൂരക്കുന്ന രീതിയിലേക്കുള്ളൊരു പെരുമാറ്റം DYSPയുടെ അടക്കമുള്ള ഭാഗത്തു നിന്നുണ്ടായതാണ് ഇപ്പോൾ വിഷയം ഇത്ര വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും DFOമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്താതെ ഈ സമരത്തിൽ നിന്നും ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണുണ്ടി കോളനി നിവാസികളുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ഈ വാഹനങ്ങൾക്ക് പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വാഹനത്തിന് പിന്നിൽ നിന്നും മാറില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചാണ് അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഈ പ്രതിഷേധം അവർ നടത്തിയിരുന്നു. ഈ വാഹനത്തിന് മുമ്പിൽ കിടന്നുവരെ അവർ പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും വാഹനത്തിന് മുന്നിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളൊരു നിലപാട് ഉറച്ച് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും വാഹനത്തിന് മുൻപിൽ ഇപ്പോഴും നമുക്ക് കാണാം, വാഹനത്തിന് മുൻപിൽ കുട്ടികളടക്കമുള്ളവർ വാഹനത്തിന് മുൻപിൽ നിൽപ്പുണ്ട്. ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്താതെ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ ഈ നിരന്തരമായി ഈ മേഖലയിൽ ഉണ്ടാകുന്ന വന്യമൃഗ സംഘർഷങ്ങൾക്ക് അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യത്തിനൊരു ശാശ്വത പരിഹാരം നൽകാതെ തങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ നാട്ടുകാർ ഇവിടെ നിന്ന് വാങ്ങുന്നത്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളുമായി തന്നെ ആളുകൾ മുന്നോട്ട് പോവുകയാണ്. ഉറപ്പില്ലാതെ നടക്കൂല. ഇല്ല, ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കൊന്നിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഡീഫ് ഉള്ളവർ വന്നാൽ പോരാ. ഇതിന്റെ തീരുമാനം, ഈ ആനേന്റെ തീരുമാനം ഇത് കണ്ടോ? ഇവരൊക്കെ പേടിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതാണ്. നിങ്ങൾ മനുഷ്യരല്ലേ? ആ മരിച്ച വീട്ടിലും പള്ളിയിലും ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാണല്ലോ നിങ്ങൾ
മനസ്സിലാവും. എന്നോടൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, ഇതിന് ഉത്തരം. ഇതിനി അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എത്ര 40 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവിനെ ഇട്ടിട്ട് ആന ചവിട്ടിക്കൊന്നത് ഇവരുടെ വയലിൽ ആരെങ്കിലും അന്വേഷിച്ചോ? അന്ന് ഈ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതൊരു ഇത് പുറത്തു വന്നിട്ടില്ല. ഓടി വരുന്നത് ഓടി വന്നിട്ട് അങ്ങോട്ട് അതായത് ആനയെ തിരച്ചിലിന് വന്നിട്ട് വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഇവിടെ നിന്ന് മടങ്ങാൻ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെ ഇവിടുത്തെ നാട്ടുകാരുള്ളത്. അവർ കൃത്യമായി നിലപാട് പറയുന്നു. അല്പം മുമ്പ് ആ സ്ത്രീയടക്കം സംസാരിച്ചതാണ്. ഏതാണ്ട് 40 വർഷം മുൻപ് അവരുടെ ഭർത്താവ് അടക്കം ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അങ്ങനെ വലിയ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള രൂക്ഷ ഒരു സാഹചര്യം അവർ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വെക്കുന്നു. ഇതിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ നിലപാടെടുത്തിരിക്കുന്നത്. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസം മാനന്തവാടി നഗരത്തിൽ അജീഷിന്റെ ആന ചവിട്ടി മരിച്ച അജീഷിന്റെ മായി അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയത്, ആ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഒട്ടും ആശ്വാസകരമായ എന്നുള്ളതാണ്. കാരണം പോലീസ് സമരക്കാരുടെ നേർക്ക് ഒരു കുറച്ച് രൂക്ഷമായ ഭാഷയിൽ, ഒരു വല്ലാത്ത അധികാരത്തിന്റെ ഒരു ശരീരഭാഷയിലൊക്കെ ഉള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഡിവൈഎസ്പി അടുത്തുള്ള മാനന്തവാടി ഡിവൈഎസ്പി വിജിരാജിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃഭാഗത്ത് നിന്ന് അതൊക്കെ ഈ വിഷയം കുറച്ചുകൂടി ഒരു കത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ നാട്ടുകാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവർ ഈ വാഹനത്തിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. പ്രതിഷേധം തുടരുമെന്നാണ് അവർ പറയുന്നത്. DF അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നും അവർ പറയുന്നുണ്ട്. പ്രജിത്ത്, എന്ത് തന്നെയായാലും ആ നാട്ടുകാരുടെ വാക്കുകൾ അത് ശക്തം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ കണ്ടതാണ് ഇത്തരത്തിൽ തെരച്ചിൽ ഇന്നത്തെ ദൗത്യം അവസാനിക്കുമ്പോഴും മാധ്യമങ്ങളോട് പോലും ഈ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതെയാണ് അവർ മടങ്ങിയത്. ആ ഒരു ഘട്ടത്തിൽ എന്ത് തന്നെയായാലും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വനപാലകർ നാട്ടുകാരോട് നടത്തുന്നില്ല എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇനി എന്ത്, നാട്ടുകാരുടെ ആകുലത വീണ്ടും വർദ്ധിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്നാൽ പോലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നാട്ടുകാരോട് കൂടുതൽ സംഘർഷപരമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സമീപനമാണ് ഇപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ അത് തന്നെ ഏറ്റവും വലിയ ഒരു ഗുരുതര വീഴ്ച തന്നെയല്ലേ ഈ ഒരു ഘട്ടത്തിൽ? കൃത്യമായ മറുപടികൾ നൽകാതെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. അപ്പോൾ ാണ് ഈ വന്ന അറാട്ടി അടക്കമുള്ള സംഘത്തിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ വന്ന് നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന്. പക്ഷേ നാട്ടുകാർ അത് കേൾക്കാൻ തയ്യാറായില്ല. അവർ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വന്നിരിക്കുന്ന ആറാട്ടി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങണമെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട DF അടക്കമുള്ളവർ ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോഴേക്കും പോലീസ് എത്തി. അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകാൻ ശ്രമം നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ കുറച്ച് ഉദ്യോഗസ്ഥരും വനം വകുപ്പിന്റെ വാഹനങ്ങളും അവിടെ തന്നെയുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ വാഹനത്തിലുണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ പോലീസ് എത്തി ഇങ്ങോട്ട് മോചിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഈ സമരക്കാരുടെ ഏകദേശം ഒരു 100 മീറ്റർ മാറി അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാര്യമായി ഈ വിഷയത്തിലേക്ക് ഇടപെടാനോ അല്ലെങ്കിൽ സമരക്കാരുടെ അടുത്തേക്കോ പോലീസ് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വിഷയത്തിൽ DF അടക്കമുള്ളവർ എത്താതെ തങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു തന്നെ ഈ സമരക്കാർ ഇവിടെ നിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 കൊല്ലം മുമ്പത്തെ കഥകളൊക്കെ അവർ പറയുന്നുണ്ട്. അത്രയധികം വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായി. ആന ചവിട്ടി ആളുകൾ മരിച്ച സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഭർത്താവിനെ ആന ചവിട്ടിക്കൊന്ന ഒരു സ്ത്രീയുടെ കഥ നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ അച്ഛനെ നഷ്ടമായ ഒരു മകൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നിരവധി ആളുകൾ ആനയുടെ ആക്രമണത്തിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ നേരിട്ടവരുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, അപകടങ്ങൾ നേരിട്ടവരുണ്ട്. അങ്ങനെ വലിയ രൂക്ഷമായ ഒരു സാഹചര്യം നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു അതിർത്തി മേഖല കൂടിയാണ്, വനവാസി മേഖല കൂടിയാണ്. അതിൻ്റെതായ അവഗണനകൾ ഇവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നാട്ടുകാർ പറയുന്നതും അത് തന്നെയാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെന്ന് പറയുന്നാലും അവർ ഈ വാഹനം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ആളുകൾ പോകുന്നതാണ്. പ്രതിരോധ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. കാട്ടിക്കുളത്തുണ്ട്, ബാവുലിയുണ്ട്, ബേഗൂരുണ്ട്. ഇതിൽ ഒരിക്കലും നടക്കൂല. വ്യക്തമായ ഒരു ഇവരുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കാം. ഒളിച്ചുകളി അവസാനിപ്പിക്കാം. പരിശോധന അവർ നിർത്തി. ഇന്നത്തെ പരിശോധന നിർത്തിയെന്ന് പറഞ്ഞു. അവർ വ്യക്തമായിട്ട് പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സംരക്ഷണം പരിശോധന നിർത്തിയിട്ട് ഓരോരോ വീട്ടിൽ പോയി ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. എന്ത് സുരക്ഷിതമുള്ള വാച്ചർമാരല്ല, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ പറ്റില്ല. ഞങ്ങൾ വാച്ചർമാരെന്താ ഇവിടെ വാച്ചർമാരെന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ കുറെ വാച്ചർമാർ
ഈ വാച്ചന്മാരെ കളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ആനകൾ കയറി ഇവിടെ കൃഷിയും കാര്യങ്ങളും ഇവിടെ പോകാൻ പറ്റില്ല. ഇവരിവിടുന്ന് പോകാൻ കഴിയില്ല. ആ ആന എവിടെയും പോവില്ല. സ്ഥലത്ത് തന്നെ തങ്ങുന്ന ആന തന്നെയാണത്. അത് ഇവിടുന്ന് കാട് കയറി പോവില്ല. ശരിക്കും 3 ബാറ്ററി ഇടുന്നത് അവർക്ക് അവർ മനുഷ്യരല്ലേ അത് അവർക്ക് അവരല്ല പറയുന്നതിന് ഒരു അർത്ഥമല്ലേ അവർ പറയുന്നത് തന്നെയാണ്. കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ കുറച്ച് ആളുകൾ എവിടെയും പോവില്ല. അവിടുത്തെ കൃഷി സ്ഥലത്തുനിന്ന് ഒഴിവാക്കി അതുകൊണ്ട് ഈ കൃഷി സ്ഥലത്തുനിന്ന് അല്ലാണ്ട് എവിടെയും പോവില്ല. അതുകൊണ്ട് ഇവരിവിടെ നിന്നേ പറ്റൂ. ഞങ്ങൾ നട്ടുപിടിക്കുന്ന ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടാറില്ല. ഞങ്ങളുടെ ജീവനെങ്കിലും തന്നുകൂടെ? ഞങ്ങളുടെ ജീവൻ എരന്നിട്ടാണേലും ഞങ്ങൾ ജീവിച്ചോളൂലേ? തെണ്ടി തിന്നിട്ടാണേലും ജീവിച്ചോളൂലേ? ആ ഈ ആന ചവിട്ടി വികൃതമായിട്ട് മരിക്കണോ? മരിക്കാനുള്ള അവകാശം വലിയ വൈകാരികമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ആന ചവിട്ടി മരിക്കുന്നതിലും നല്ലത് വേറെ രീതിയിലുള്ള അന്തസ്സായി മരിക്കാനുള്ള അവകാശം തന്നു എന്ന രീതിയിലൊക്കെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം ഏറെക്കാലമായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു വസ്തുക്കളും തങ്ങൾക്ക് കിട്ടാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഉറ്റവർ നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഇവിടെയുണ്ട്. പക്ഷേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാത്തതാണ് ഇവരെ ഈ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വാച്ചർമാർ, വനംവകുപ്പിന്റെയൊക്കെ വാച്ചർമാരുണ്ടെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനെ നാട്ടുകാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാതെ ഈ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നാട്ടുകാർ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഈ വാഹനങ്ങൾക്ക് മുന്നിൽ തടിച്ചുകൂടുന്നു. പ്രതിഷേധങ്ങൾ അങ്ങനെ തുടരുകയാണ്, ശക്തമായി തന്നെ തുടരുന്നു. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ശക്തമായി തന്നെ ആളുകൾ രാവിലെ 5:45 അവിടെ പാലടക്കുന്നത്. അതിന് വളരെ ബുദ്ധിമുട്ടാണ് പാലം കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പാൽ അളപ്പിച്ച് പോകേണ്ട ഒരു സെറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. ദൈനംദിന ജീവിതാവശ്യങ്ങൾ, തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊന്നും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിനും തങ്ങൾക്ക് ഇവിടെ കൃത്യമായി ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത ജീവിത സാഹചര്യം അത്രയധികം മോശമായ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ ആ ആവശ്യങ്ങളിൽ ഉറച്ചു തന്നെ ഈ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആനനെ ഓടിച്ചിട്ടുണ്ട്. വാച്ചർമാർ ഓടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇവിടെ അപ്പൊ ഇവിടെ ആരും ഇവിടെ വന്ന് നോക്കാനെ പിടിക്കാനായിട്ടില്ല. അതേ സ്ഥലത്ത് തന്നെ ആനനെ വിട്ടിട്ട് ഇവര് പോവും. ഇവര് എന്തിനായ ഇവര് പറയുന്നത്? ഈ ഏറുമാടത്തിന്റെ അടുത്ത് വെച്ചിട്ട് ആന ഈ വയലിലിട്ട് ഓടിച്ചു വന്നേ. ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടെ അതിരാവിലെ ഇവിടെ വന്ന് കണ്ടേ. അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവരങ്ങ് പോവുക. എന്നാ പോവാണെങ്കിൽ വണ്ടി കയറ്റി കൊന്നിട്ട് അങ്ങ് പോവാ. ആന പോലണ്ട അങ്ങനെ ഇവര് പോകുന്ന വാച്ചർമാരെ നിർത്തിയിട്ടൊന്നും ഇവര് പോകുന്ന ആയിട്ടില്ല. അങ്ങനെ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവരെങ്ങോട്ടാ പോവാ? അതെ, ഞാൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുന്നതാണ്. എന്റെ അടുത്ത സുഹൃത്ത് മരിച്ചത് ഇന്നലെ 12 മണിക്ക്, ഇന്നലെ രാത്രി 11:30 വരെ ആന പടമലക്കുന്നിലുണ്ടായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇവരെ ഫോറസ്റ്റിലേക്ക് കയറ്റി വിടുക. അത് മാത്രമാണ് ഇവരിപ്പം പ്ലാൻ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. കാരണം ഇതിനൊരു തീരുമാനമാക്കണം. ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് 1-2 ദിവസം, ഇന്നലെ 12 മണിക്ക് ആന പടമലക്കുന്നിൽ നിന്നിട്ട് ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ചെയ്തില്ല. ഒരു ഫോറസ്റ്റുകാർ പോലും അവിടെ ഇല്ല. കുറച്ച് പോലീസുകാർ ലാത്തി കൊണ്ട് അവിടെ നിൽക്കുന്ന അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. ഫോറസ്റ്റുകാർ ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ മരിച്ച അജീന്റെ ഇപ്പൊ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ വന്നതാണ്. ഫോറസ്റ്റുകാർ എന്ന് പറയുന്ന ആൾക്കാർ ആ ഒരു സംസ്കാര ചടങ്ങിനോ അജിയുടെ വീട്ടിലേക്കോ ഒരു വാർഡനോ അല്ലെങ്കിൽ DFOയോ ആരും അവിടെ എത്തിയിട്ടില്ല. വളരെ എന്താ പറയാ ഒരു ഉദാസീനമായ നടപടിയാണ് ഇപ്പൊ ഫോറസ്റ്റുകാർ ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഒരു ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2-3 ദിവസത്തിന് വേണ്ടി നിൽക്കാൻ പറ്റില്ല. അതാണ്. എന്ത് തന്നെയായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ വയനാട് മാനന്തവാടിയിൽ അലയടിക്കുകയാണ്. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നു. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രജിത്ത ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രജിത്ത, കൂടുതൽ പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അവരുടെ ആശങ്കയ്ക്ക് കൃത്യമായൊരു മറുപടി കിട്ടാതെ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയല്ലേ നാട്ടുകാർക്ക്?
48 മണിക്കൂറായി. ചാനൽ മാത്രം 5 മണിക്കൂറല്ല 7 മണിക്കൂർ 7 മണിക്ക് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുക. ആ സമയം വരെ ഇതിനകത്തൊരു അഭ്യാസമില്ല സംഭവം. പ്രതിഷേധം വളരെ ശക്തമായി തന്നെ വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാലങ്ങളായി ഈ മേഖലയിൽ ഇത്തരമൊരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നേരിട്ട് പോയവരാണ്. ആവശ്യങ്ങൾ പല നടപടി ഉണ്ടാകാതെ വന്ന സമയത്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മരണം ഉണ്ടായ സമയത്താണ് ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം അതേ സമാനമായ ഒരു പ്രതിഷേധം നഗരത്തെ നിശ്ചലമാക്കിയ പ്രതിഷേധം ഈ പ്രദേശത്തേക്ക് കൂടുതൽ പോലീസുകാരൊക്കെ എത്തുന്നുണ്ട്, കൂടുതൽ നാട്ടുകാരും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പ്രതിഷേധക്കാർ പോലീസുകാരൊക്കെ എത്തുന്നുണ്ട്, കൂടുതൽ നാട്ടുകാരും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പ്രതിഷേധക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെത്തി അവർ വിശദമായ ചർച്ച നടത്തിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മാത്രമേ നിലവിൽ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നാട്ടുകാർ. എന്തായാലും ഈ വിഷയത്തിൽ പോലീസുകാർ ഈ സമരക്കാരുടെ ഭാഗത്ത് അവിടെ നിൽപ്പുണ്ട്. DPS വിജയരാജിന്റെ നേതൃത്വം നടക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അന്തിമ നിലപാടുണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ വാഹനത്തിന് മുന്നിൽ നിന്നും മാറാതെ അവിടെ തടിച്ചുകൂടി തുടരുക തന്നെയാണ്. എന്തായാലും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കാതലാണ്, പ്രത്യേക അതിനുള്ള കാതലുമുണ്ട്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. കാരണം കാലങ്ങളായി ഈ നാട്ടിൽ തങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു വസ്തുവും തങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു ഗുണമുണ്ടാകുന്നില്ല. കൃഷി ചെയ്യുന്നതെല്ലാം ആനയെ പോലെ മൃഗങ്ങളൊക്കെ വന്ന് നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പലരുടെയും മരണങ്ങൾ സംഭവിക്കുന്നു, പ്രിയപ്പെട്ടവരെ നഷ്ടമായതിന്റെ കഥകൾ. അങ്ങനെ മൊത്തത്തിൽ ഈ വിഷയങ്ങൾ പല തവണ പല വിഷയങ്ങളായി പലരുടെയും മുന്നിൽ ഉന്നയിച്ചിട്ട് പോലും അതിലൊരു കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ആ വിഷയം കൃത്യമായി ഈ ഫോറസ്റ്റുകാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അത് ഉന്നയിക്കുകയാണ്. കാരണം കാലങ്ങളായി ഈ നടപടികൾ ഒന്നും ഉണ്ടാകാതെ ഒരു സ്ഥലമാണ്, ഒരു വനവാസി മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും മുൻ മന്ത്രി PK ജയലക്ഷ്മി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ആളുകളെ കാണുന്നുണ്ട്. എന്തായാലും ഏത് തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയതാണോ അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്താൻ എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. ഈ പ്രതിഷേധക്കാർക്ക് അവരുടെ നിലപാടുകൾ DF അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അവർ പറയുന്നു. പ്രജിത്ത, നിലവിൽ ആ ജനങ്ങൾ ഇത്തരത്തിൽ ആശങ്ക അറിയിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഉൾവനത്തിലേക്ക് ആന കടന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഈ രാത്രിയൊക്കെ ആ ഒരു സമയത്ത് ജനവാസ മേഖലയിലേക്ക് വീണ്ടും ആന എത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഒരു തുടർ നിരീക്ഷണം പോലും ഏർപ്പെടുത്താതെയാണ് ആ വനപാലകർ അവിടെ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണെങ്കിൽ അത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരുപക്ഷെ അടിയന്തര ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നുള്ളൊരു കാര്യത്തിലേക്ക് കൂടി കടക്കുകയല്ലേ? അവർ തങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയെടുത്ത് സംസാരിക്കും പറയുന്നുണ്ട്. എന്തായാലും അവർ കാര്യങ്ങൾ കൃത്യമായി അധിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളില്ലേ നമ്മൾ മൊത്തം സഹിക്കുന്ന ആൾക്കാരാ. വന്ന് തീരുമാനാക്കിട്ടാ ഞങ്ങൾ ഈ വണ്ടി വിട്ടുള്ളൂ. ഇവിടെ സഹിക്കുന്ന ആൾക്കാരുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടുകാരുമായി ചർച്ച നടത്തുകയായിരുന്നു മുൻമന്ത്രി PK ജയലക്ഷ്മി അടക്കമുള്ളവർ. പക്ഷേ സമരക്കാർ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ അല്ലെങ്കിൽ DFA പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്താതെ തങ്ങൾ ഈ വിഷയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് അവർ ഇപ്പോഴും തുടരുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ, അതായത് പ്രധാനപ്പെട്ട അവർ ഉന്നയിക്കുന്നത് DFO അടക്കമുള്ള വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. ആ ആവശ്യങ്ങൾ അവർ വീണ്ടും വീണ്ടും തങ്ങളെ കാണാൻ എത്തുന്ന ആളുകളുടെ മുന്നിലെല്ലാം അവതരിപ്പിക്കുന്നു. ആ സമരം
ആയിട്ട് വന്ന് ഇവിടെ മണ്ണുടി കോണിലെത്തി. ഇപ്പൊ വൈകുന്നേരം പറഞ്ഞു ആന ആന്റെ പുറകിലാണ് ഇവര് വരുന്നത്. ആന റിട്ടേൺ അങ്ങോട്ട് തന്നെ പോയി. ആന വന്ന ആന റിട്ടേൺ തന്നെ അങ്ങോട്ട് പോയി. ഈ ആന്റെ പുറകിലാണ് ഇവര് വരുന്നത്. റേഡിയോ കോള് ഇത് വെച്ചിട്ടാണ് ഇവര് വരുന്നത്, അല്ലാണ്ട് വരുന്നല്ലോ. ആന ഇവിടെ എത്തി. എന്നിട്ട് പിന്നെ പറഞ്ഞു ആന റിട്ടേൺ അങ്ങോട്ട് തന്നെ പോയി. ഇത് നാട്ടുകാരെ ഭ്രാന്താക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടികൾ അത് കൃത്യമായി മാത്രം തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ പ്രതികരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആനയെ ഈ കോളനിയുടെ പരിസരത്ത് എത്തുന്നു എന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു പിന്നീട് ഈ ആന തിരിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കൃത്യമായ ഒരു ഉത്തരം നൽകാനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മറുപടികൾ നൽകാനോ പോലും വനം വകുപ്പിന് എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധമായി അവർ അറിയിക്കുന്നത്. എന്തായാലും ഇവിടെ ശക്തമായി തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ തുടരുക എന്നതിനാലും പ്രതിഷേധം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഇത്തരത്തിൽ ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നു. അത് തന്നെയായാലും നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ വലിയപുഴ ഭാഗത്ത് ആന ഉണ്ടായി എന്നുള്ളൊരു ഒരു കാര്യം നാട്ടുകാർ ഉന്നയിച്ചിട്ട് കൂടിയും അത് വില പോലും എടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല, നാട്ടുകാരുടെ ആശങ്കകൾ വനപാലകർ കേൾക്കുന്നില്ല തുടങ്ങിയ പല കാര്യങ്ങൾ ഇത്തരത്തിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധം ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ. ആളുകൾ അതിവൈകാരികതയോടെ നിൽക്കുകയാണ്. എന്തായാലും ആളുകൾ DFO കാണാനുള്ള ഒരു പ്രതിഷേധം ഉന്നയിക്കുകയാണ്. കാരണം DFO ഇവരെ കാണാൻ അങ്ങോട്ട് ചെല്ലാൻ വിളിച്ച സമയത്ത് ജനങ്ങൾ പറയുന്നത് പ്രതിഷേധം അങ്ങനെ പലയിടങ്ങളിലായി അങ്ങനെ തുടരുകയാണ്. DFOയുമായി ചർച്ച നടത്താൻ DFO നേരിട്ട് വന്ന് തങ്ങളെ വന്ന് കാണണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും DFO തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധക്കാർക്ക് ഇടയിലേക്ക് വരാൻ DFO തയ്യാറായിട്ടില്ല. DFO ആവശ്യപ്പെട്ടത് ഇവർ അങ്ങോട്ട് പോയി, സമരക്കാർ അങ്ങോട്ട് പോയി അവരെ കാണണം എന്നുള്ളതാണ്, DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കാണണം എന്നുള്ളതാണ്. പക്ഷെ അതിന് നാട്ടുകാർ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ കൂടുതലായി ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നു. സമരക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നു. ഇനി DFO അങ്ങോട്ട് പോയി കാണാൻ ഇവർ തയ്യാറാകും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ പ്രതിഷേധം അത് ശക്തമാണ്. നമ്മൾ കുറച്ച് മുൻപ് വരെ അവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. വലിയ വൈകാരികമായ പ്രതികരണങ്ങൾ, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് പ്രസക്തി ഉള്ളതുമാണ്. കാരണം കാലങ്ങളായി ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള വന്യമൃഗ ശല്യം നേരിടുമ്പോൾ ആ മനുഷ്യർ ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കൃത്യമായ നടപടികളോ ഇടപെടലുകളോ ഉണ്ടാകാതെ പോയതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ അജീഷീഷിന്റെ മരണം എന്ന് പറയുന്നതും. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇവിടുത്തെ പ്രശ്നങ്ങളും ഉണ്ടായത്. ആ കാര്യത്തിൽ പോലും വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു മരണം ഉണ്ടാകുന്നു, അതിന് അല്ലെങ്കിൽ ഒരു ആന ഒരാളെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അതേ ആന ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു, പകൽ മുഴുവൻ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ സന്ധ്യയായിട്ടും ആനയെ മയക്കുവെടി വെക്കാനോ അതിനുള്ള സൗകര്യം സാധിക്കാതെ പോകുന്നു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക അത് വലിയൊരു പ്രതിഷേധമായി മാറുന്നു. ആ പ്രതിഷേധത്തിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ഒരു വിചാരരഹിതമായ ഒരു ഇടപെടൽ, ആ ഇടപെടൽ ഉണ്ടാക്കിയത് അത് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന രീതിയിലേക്ക്, രൂക്ഷമാകുന്ന രീതിയിലേക്ക് അത് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ പ്രതിഷേധം വീണ്ടും ശക്തമായി കൊണ്ടേയിരിക്കുന്നത്. DFO എന്തായാലും ഇങ്ങോട്ട് തന്നെ വരണം എന്നുള്ള നിലപാട് എന്തുകൊണ്ടാണ് അവർക്ക് അതിൻ്റെതായ വേദന ഉണ്ട്. അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത്. DFOനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണം. എന്തിനാ അതിന്റെ ആവശ്യം? DFO ഇവിടെ ആളക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാത്തതിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിലവിൽ തങ്ങളുടെ ആശങ്കയ്ക്ക് കൃത്യമായ മറുപടി അധികാരികൾ പറയണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ ജീവന സുരക്ഷ വേണമെന്നുള്ള കാര്യവും അവർ വളരെയധികം വൈകാരികമായി പ്രതികരിക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസുമായും നേരിയ തോതിൽ സംഘർഷങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ്. കൂടുതൽ ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരണമെന്നുള്ള ആവശ്യവും തങ്ങൾക്ക് കൃത്യമായൊരു മറുപടി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യവുമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വളരെ വലിയൊരു സാഹചര്യത്തിലാണ്, ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ വയനാട് മാനന്തവാടി മേഖല കടന്നു പോകുന്നത്. നിലവിൽ ഇന്നത്തെ ആളക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.